ദേവികയുടെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളത്തെ ബ്രേക്കിന് ശേഷം ഇനി എന്നും കഥയുടെ വരാൻ പോവാട്ടോ. അപ്പൊ എല്ലാരും റെഗുലർ ആയിട്ട് നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യണം. ഇനി ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറി വന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവർക്കൊക്കെ ഇഷ്ടം പോലെ കിടിലൻ കഥകൾ ടെലിഗ്രാമിൽ കിട്ടുന്നില്ലേ? എങ്ങനെയുണ്ട് ആ ഫുൾ ഓപ്പൺ ആയിട്ടുള്ള കഥകൾ കേട്ടിട്ട്? നിങ്ങൾ ഹാപ്പിയാണോ? മെമ്പർഷിപ്പ് എടുക്കാത്തവർക്ക് മെമ്പർഷിപ്പ് എടുക്കാനുള്ള അവസരം ഇപ്പോൾ ഉണ്ട് കേട്ടോ. നമ്മുടെ 799 പ്ലാൻ എടുത്താൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഒരു കിടിലൻ ഗ്രൂപ്പിൽ തന്നെ ജോയിൻ ചെയ്യാം. അവിടെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ദേവുവിനെ നേരിട്ട് കാണാനുള്ള അവസരവും ഉണ്ട്. ഈ അവസരമൊന്നും ആരും പഴക്കല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നില്ലല്ലോ. മാസത്തില് ഈ കുഞ്ഞ് എമൗണ്ടിന്റെ ചെറിയ ചിലവേ ഉള്ളൂ. അപ്പോ നമ്മുടെ എക്സ്ക്ലൂസീവ് ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ കമന്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. ആദ്യത്തെ കമന്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രല്ല, നല്ല കിഡ്ലൻ സ്റ്റോറീസ് കേൾക്കാൻ എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സ് ചെക്ക് ചെയ്തേ മതിയാവുള്ളൂ. അപ്പൊ ഇന്നത്തെ കഥ ഇവിടെ തുടങ്ങിയാലോ? വീട്ടിലെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ ഒരു കോള് വന്നേ. ഞാൻ മൊബൈലെടുത്ത് നോക്കി. മോളാ, അവൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുക. ഹോസ്റ്റലിൽ നിന്നാ പഠിക്കുന്നേ. ഞങ്ങൾ കുറെ നേരം വിശേഷം പറഞ്ഞു. എന്നിട്ട് ആ ഫോണ് കട്ട് ചെയ്ത്. എന്നെ പറ്റി പറഞ്ഞില്ലല്ലോ. ഞാൻ ചന്ദ്രിക. ഞാനും എന്റെ മോനും മാത്ര ഇപ്പോ വീട്ടിലുള്ളേ. കണ്ണനെന്ന് അവനെ വീട്ടിലെ വിളിക്കുന്നേ. ഭർത്താവ് ഹൈദരാബാദിൽ ജോലി ചെയ്യുന്നു. 3 മാസം കൂടുമ്പോൾ നാട്ടിൽ വരും. എന്റെ അച്ഛനും അമ്മയും മരിക്കും മുന്നേ എന്റെ പേരിൽ 6 ഏക്കർ റബ്ബർ തോട്ടം എഴുതി തന്നു. ഇപ്പോ മോൻ കണ്ണനാ അതൊക്കെ നോക്കി നടത്തുന്നേ. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഏതാണ്ട് 3 കിലോമീറ്റർ അകലെയാ ആ സ്ഥലം. അവൻ എല്ലാ ദിവസവും അവിടെ പോയി കാര്യങ്ങൾ നോക്കും. അവിടെയുണ്ട് ഞങ്ങൾക്കൊരു വീട്, ആ തോട്ടത്തിനുള്ളില്. 2 ബംഗാളി ഫാമിലീസാ താമസിക്കുന്നത് അതിന്റെ ഉള്ളിൽ തന്നെ. അവരായിട്ട് രാവിലെ തന്നെ റബ്ബർ വെട്ടും പാലെടുക്കുന്നതും പരിപാടിയൊക്കെ ചെയ്യും. 2 ഫാമിലിക്കും തോട്ടത്തിന്റെ പകുതി വീതാ കൊടുത്തിരിക്കുന്നേ. എനിക്കിപ്പോ ഇതിന്റെ പിന്നാലെ നടക്കാൻ വയ്യ. 42 വയസ്സായി. മോന് 22 ആവുന്നു. അവൻ ഡിഗ്രി കഴിഞ്ഞപ്പോ തൊട്ട് തോട്ടത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുത്തു. രാവിലെ പോയാൽ വൈകിട്ടാ തിരിച്ചു വരുന്നേ. അവനെപ്പറ്റി പറയാനാണേല് നല്ല മിടുക്കനാട്ടോ. എല്ലാ ദിവസവും രാവിലെ എക്സസൈസ് ചെയ്യും. അവന് 2 ഡമ്പലുണ്ട്. അതാണ് മെയിനായിട്ട് വ്യായാമം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. കുറച്ചുനാൾ മുന്നേ അവനൊരിക്കൽ വ്യായാമം ചെയ്യുമ്പോൾ തുടർച്ചയായിട്ടൊരു കോള് വന്നു. ഞാൻ അവന്റെ അടുത്തേക്ക് ചെന്ന് കോള് കൊടുത്തു. ആളൊരു ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എടാ, കുറച്ചു നേരം ആരോ വിളിക്കുന്നു. അവൻ എന്നെ നോക്കി ചിരിച്ചോണ്ട് ഫോൺ വാങ്ങി. വാങ്ങുമ്പോഴേക്കും ഒരു ഡമ്പൽ എന്റെ കയ്യിലേക്ക് തന്നു. അപ്പുറത്തേക്ക് മാറുന്നവൻ സംസാരിക്കുമ്പോ ഞാൻ ആ ഡമ്പൽ എടുത്തൊന്ന് പൊക്കി നോക്കി. താഴ്ത്തുകയും പൊക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അവൻ അത് നോക്കിക്കൊണ്ടാ തിരിച്ചു വരുന്നേ. കോള് കട്ട് ചെയ്തപ്പോഴത്തേക്കും എന്നെ ഇങ്ങനെ നോക്കി നിന്നു. എങ്ങനെയുണ്ട് മമ്മി? മമ്മിക്ക് എന്റെ ഒപ്പം എക്സസൈസ് ചെയ്തൂടെ? ഞാനോ? ഈ പ്രായത്തിലോ? ഒന്ന് പോടാ. ഈ പ്രായമൊന്നോ? അതെന്താ മമ്മി, ഇതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. സത്യം പറഞ്ഞ പ്രായക്കൂടുതലുള്ളവർക്ക് ചെയ്യുമ്പോ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ട്. അതെയോ? എന്നാ നീ എന്നെ പഠിപ്പിക്കോടാ. പിന്നെന്താ മമ്മി? ഞാൻ ആ നേരത്തെ അവന്റെ ദേഹത്തേക്ക് നോക്കി. നെഞ്ചിലൊക്കെ നല്ല മസിലുണ്ട്. കയ്യിലെ മസിലും ഒക്കെ കൊണ്ട് നല്ല ഷേപ്പാ. എന്താ മമ്മി ഇങ്ങനെ നോക്കുന്നേ? ഇതും പറഞ്ഞ് അവൻ നെഞ്ചിലെ മസിലൊന്ന് പിടപ്പിച്ച് കാണിച്ചു. ഞാൻ ചിരിച്ചുപോയി. അതെ, ഇങ്ങനെ എന്നെ കാണിച്ച് പേടിപ്പിക്കല്ലേ. കൊണ്ടുപോയി വല്ല പെമ്പിള്ളേരെയും കാണിക്ക്. ഹോ, നമുക്ക് താല്പര്യമുള്ള പെണ്ണുങ്ങളെയല്ലേ മമ്മി കാണിച്ചിട്ട് കാര്യമുള്ളൂ. ഓഹോ, എടാ കണ്ണാ, അതെന്നാ നീക്ക് അങ്ങനെ പറഞ്ഞേ? നാട്ടില് താല്പര്യമുള്ള ഒരു പെൺകുട്ടിയില്ലേ നിനക്ക്? ഏയ് ഇല്ല മമ്മി. ഞാൻ ആ സമയം ആലോചിച്ചു. ഇവനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ആരോഗ്യവും. എന്നിട്ടും എന്റെ മോനെ പ്രേമിക്കാൻ ഈ നാട്ടില് പെണ്ണില്ലേ? ആ സമയത്തും ഡമ്പല് കൊണ്ട് ഞാൻ പൊക്കുകയും താഴ്ത്തുകയും ചെയ്തോണ്ടിരിക്കുവായിരുന്നു. മമ്മി ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ ചെയ്തോണ്ടിരുന്ന കൈ എന്തോളം വേദനിക്കും. ഇതിനൊക്കെ ഒരു ചിട്ടയും വട്ടമൊക്കെ ഉണ്ട്. ആണോ മോനെ? എനിക്കറിയില്ലായിരുന്നടാ. മമ്മി ഈ നൈറ്റ് ഇട്ടോണ്ടൊന്നും എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനൊക്കെ ട്രാക്ക് സ്യൂട്ട് വേണം. അതെന്താണ് ചുരിദാർ ഇട്ടാല്? എന്റെ മമ്മി, ട്രാക്ക് സ്യൂട്ട് വേണം ഇടാൻ. ചുരിദാറൊന്നും ഇതിനെ പറ്റിയ ഡ്രസ്സല്ല കേട്ടോ.
ഹോ, എങ്കിൽ എന്റെ മോൻ പറയുന്ന പോലെ എനിക്ക് കൈക്കും കാലിനൊക്കെ വേദനയുണ്ട്. ഇതൊക്കെ ചെയ്താൽ അത് കൂടുവോ? ഇല്ലെന്നേ, സ്ഥിരമായിട്ട് ചെയ്താലേ ഇതൊക്കെ മാറും. മമ്മി നല്ല സ്റ്റൈലാവും. എങ്കിൽ നീ ഇന്ന് വൈകുന്നേരം വരുമ്പോ എനിക്ക് ട്രാക്ക് സ്യൂട്ട് വാങ്ങിക്കൊണ്ടുവാ. ഓ, അത് ശരി, എന്നാ ഞാൻ തന്നെ വാങ്ങിക്കൊണ്ടുവരാം. അതും പറഞ്ഞ് അന്നത്തെ സംസാരം അവിടെ നിന്നു. വൈകുന്നേരം വരുമ്പോ ഒരു പാക്കറ്റ് എനിക്ക് തന്നു. ദേ, എങ്ങനെയുണ്ടെന്ന് നോക്കിയ മമ്മി, ഇഷ്ടപ്പെട്ടോ? ഞാനത് കൊണ്ടുപോയി തുറന്നു നോക്കി. മമ്മി രാവിലെ എക്സസൈസ് ചെയ്യുമ്പോൾ ഇറക്കിയ ഡ്രസ്സ് ഇടരുത് കേട്ടോ. ഇതേപോലെ വായു സഞ്ചാരമുള്ള ഡ്രസ്സ് ഇടണം. ഹോ, ശരി സർ. ഇതും പറഞ്ഞ് ഞാൻ ആ ഡ്രസ്സുമായിട്ട് അകത്തേക്ക് പോയി. നോക്കുമ്പോ ഒരു ബനിയനും ട്രാക്സ് കിട്ടും. ഒരുപാട് നാളായി സാരിയും നൈറ്റിയൊക്കെ മാത്രമായി പോയി എന്റെ ഡ്രസ്സ്. പണ്ട് പോലും പാവാടയും ബ്ലൗസും അല്ലാതെ ഇതുപോലെ പാന്റും ബനിയനും ഇട്ടതായിട്ട് ഓർമ്മ പോലും ഇല്ല. മോനിപ്പോ ഇതിനൊക്കെ ഒരു നിമിത്തമായ പോലെ. പണ്ടത്തെ എന്നിലെ ആ ചെറിയ പെണ്ണിനെ അവൻ ഉണർത്തുന്ന പോലെ തോന്നി എനിക്ക്. കണ്ണാടിയുടെ മുമ്പിൽ പോയൊന്ന് നോക്കി. എന്നെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എന്തൊരു ഭംഗി! അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ? ഓരോ ഭാഗവും അഴകളവ് എടുത്തു വെച്ചതുപോലെ തള്ളി ഇങ്ങനെ നിൽക്കുന്നു. വല്ലാത്ത ഷേപ്പും. തിരിഞ്ഞും മറിഞ്ഞും നോക്കിയിട്ട് എനിക്ക് മതിയാവുന്നില്ല. ഓരോ മുഴപ്പും എടുത്തു കാട്ടുന്നുണ്ട് ഈ ട്രാക്ക് സ്യൂട്ട്. അവനേതായാലും കൊള്ളാം. നല്ല കറക്റ്റ് പിങ്ക് കളറിലുള്ള സാധനം തന്നെയാ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്. കള്ളൻ തന്നെ, ഞാൻ മനസ്സിലോർത്തു. പക്ഷെ ആ സമയത്തൊരു അസ്വസ്ഥത. ചെക്കന്റെ മുമ്പിൽ എങ്ങനെയാ ഇതൊക്കെ ഇട്ടോണ്ട് പോയി നിൽക്കുന്നേ? അവൻ എന്തോർക്കും? ഒന്ന് നാണം കൂടെ വന്നുപോയി എനിക്ക്. ആ സമയം താഴെ നിന്ന് വിളി വന്നു. മമ്മി വാ, തുടങ്ങാനായി. അപ്പോഴേക്കും മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും മുടിയൊക്കെ പുട്ടപ്പ് ചെയ്ത് ഞാൻ താഴേക്ക് ഇറങ്ങി. സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ വരുമ്പോ അന്തം വിട്ട് നിൽക്കുന്ന അവനെയാ കാണുന്നേ. എന്നാണ് ഇങ്ങനെ നോക്കുന്നേ? അല്ല മമ്മി, മമ്മിക്ക് ഇത്രയും ഗ്ലാമർ ഉണ്ടായിരുന്നോ? എവിടെ കൊണ്ട് വെച്ചിരുന്നു ഈ സൗന്ദര്യമൊക്കെ? സത്യത്തിൽ ഞാൻ ചിരിച്ചുപോയി. അപ്പോഴൊക്കെ എക്സസൈസ് തുടങ്ങാനുള്ള പാട്ടൊക്കെ സെറ്റ് ചെയ്തു അവൻ. ഇംഗ്ലീഷ് സോങ് ഒക്കെ വെച്ചിട്ടാണ് അവൻ വർക്കൗട്ടൊക്കെ ചെയ്യുന്നേ. മമ്മി ആദ്യം വാമപ്പ് ചെയ്യാം. ശരി കണ്ണ. അവൻ ഓടുന്നത് പോലെ വാമപ്പ് തുടങ്ങി. എന്നോടും അതുപോലെ ചെയ്യാൻ പറഞ്ഞു. ഞാനും അങ്ങനെ തന്നെ ചെയ്തു. ഞാൻ ചെയ്യുമ്പോ എന്റെ ഓരോ ഭാഗങ്ങളും കിടന്ന് തുളുമ്പി. അവൻ ഇടയ്ക്കിടയ്ക്ക് പാളി നോക്കും. പിന്നീടൊന്നും അറിയാത്ത പോലെ നിൽക്കും. എന്നോട് ഓരോ എക്സസൈസ് അവൻ പറഞ്ഞു തരുമ്പോ ഞാനൊരു മടിയില്ലാതെ ഓരോന്ന് ചെയ്യും. അവന്റെ ഓരോ തവണയുമുള്ള നോട്ടവും പരുങ്ങലും കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് വീണ്ടും വീണ്ടും ചിരി വരുമായിരുന്നു. അവനെ കൊതിപ്പിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. മുന്നോട്ട് വളഞ്ഞ് കാലിൽ തൊടാൻ പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് മറിഞ്ഞുപോയി. മമ്മി, ഞാൻ മമ്മിയെ പിടിച്ചു വെച്ചോളാം കേട്ടോ. മമ്മി പേടിക്കണ്ട. അവൻ എന്റെ പിന്നിൽ വന്ന് നിന്നു. ഞാനൊന്ന് കുനിയുമ്പോഴേക്കും അവിടെ നടന്ന സംഭവം ഞെട്ടിച്ചു കളഞ്ഞു. ശരിക്കും പറഞ്ഞാല് അവരെന്റെ പിറകിൽ നിൽക്കുമ്പോ ഓരോ ഭാഗങ്ങളും മുട്ടുന്നുണ്ടായിരുന്നു പരസ്പരം. എനിക്ക് ആദ്യം ഒരു വല്ലായ്മ തോന്നിയെങ്കിലും പിന്നെ ഞാനതങ്ങ് ആസ്വദിച്ചു തുടങ്ങി. അത് മാത്രല്ല, അവന്റെ താല്പര്യവാ എന്നെ ഞെട്ടിച്ചു കളഞ്ഞ്. ഞാൻ അനങ്ങാതെ നിൽക്കുന്ന കണ്ടപ്പോ കണ്ണിന് കൂടുതൽ ധൈര്യമുള്ള പോലെ അവൻ വീണ്ടും വീണ്ടും എന്റെ അടുത്തേക്ക് വന്ന് പയ്യെ പയ്യെ മുട്ടുന്നുണ്ട്. ഞാനും അത് ആസ്വദിക്കുന്ന പോലെ തന്നെ നിന്നു. അവനിപ്പോ ഏതാണ്ട് മനസ്സിലായി മമ്മിക്കും ഇതിലൊക്കെ ചെറിയ താല്പര്യമുണ്ടെന്ന്. അതെ, മമ്മി എന്നെ ഇങ്ങനെ നോക്കാതെ വ്യായാമം ചെയ്യും, ഞാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒളികണ്ണിട്ട് നോക്കുന്നതാണ് അവസ്ഥ. അവന്റെ മസിലും ഷോൾഡറും ഒക്കെ കാണുമ്പോ സത്യം പറഞ്ഞ എനിക്ക് വല്ലാതെ കൊതി തോന്നുന്നുണ്ട്. നല്ല ഉത്തമനായൊരു ബോഡിയാണ് എന്റെ മോനിപ്പോ ഉള്ളത്. അത് കാണുമ്പോ പെണ്ണാണെങ്കിൽ കൊതി തോന്നിപ്പോവും. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ണിമ്മ ചിമ്മാതി നോക്കുന്നത് പോലെ അവൻ എന്നെയും നോക്കുന്നു. ഞാൻ തിരിഞ്ഞും മറിഞ്ഞും നിൽക്കുമ്പോഴൊക്കെ ഓരോ മുഴുപ്പും കൊഴുപ്പും, അങ്ങനെ ഓരോ മത്തങ്ങയൊക്കെ അവൻ കൊതിയോടെ നോക്കുന്നത് കണ്ടപ്പോ ഞാൻ അറിയാത്ത പോലെ നിന്നു. കുറെ നാള് കഴിഞ്ഞപ്പോഴേക്കും എന്റെ ശരീരത്തിന് ഇപ്പൊ നല്ല ഒതുക്കമൊക്കെ വന്നിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലൊക്കെ അവനിപ്പോ എനിക്കൊരു ചിട്ട കൊണ്ടുവന്നു. അതുകൊണ്ടെന്താ, ഇപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്കൊരു 4-5 വയസ്സ് കുറഞ്ഞ പോലെ തോന്നാറുണ്ട്. അവനോട് ഞാൻ എപ്പോഴും പറയും, മോനെ,
മമ്മി വഴിയിലൊക്കെ പോകുമ്പോൾ നേരത്തെ ഒരുപാട് ആൾക്കാർ നോക്കുമായിരുന്നു. ഇപ്പൊ അതിന്റെ 10 ഇരട്ടിയാടാ. എല്ലാത്തിനും കാരണം നീയാ. നീ കാരണം ഞാനിങ്ങനെ ഷേപ്പൊക്കെ ആയി വന്നിരിക്കുന്നേ. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ദൈവത്തിനറിയാം. ഓരോരുത്തരുടെ കമന്റ് അടിയൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അവന് ചിരിച്ചു. എങ്കിലും ഞാൻ മമ്മിയോടൊരു കാര്യം പറയട്ടെ. നമ്മൾ രണ്ടാളും നടന്നു പോകുമ്പോ ഓരോരുത്തർ കമന്റ് അടിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. എന്ത് കിടില നൈറ്റ് വാടാ പോകുന്നേ, കിട്ടണമെങ്കിൽ ഇതിനെയൊക്കെ കിട്ടണമെന്ന്. അപ്പോഴേക്കും എനിക്ക് നാണം വന്നു പോയി. എടാ നീയും അതൊക്കെ കേൾക്കാറുണ്ടോ? ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട് മോനു. പിന്നില്ലേ മമ്മിയും കൊണ്ട് എനിക്ക് ഒരിടത്തും പോവാൻ പറ്റാത്ത അവസ്ഥയാ. ഓരോരുത്തന്മാരെങ്ങനെയൊക്കെ മമ്മിയെ കണ്ണുവെക്കുന്നത് നോക്കുന്നതെന്ന് അറിയാമോ? അവനത് പറഞ്ഞപ്പോ എനിക്ക് നാണം വന്നുപോയി. ആണോ മോനെ? അവരൊക്കെ മമ്മിയെ പറ്റി അങ്ങനെ പറയുമ്പോ നിനക്ക് എന്ത് തോന്നും? അതോ, എനിക്ക് വല്ലാത്തൊരു അഭിമാനമാ. മമ്മിയെപ്പോലൊരു കിടിലൻ ഐറ്റത്തിനെയല്ലേ ഞാൻ കൊണ്ടു നടക്കുന്നത് എന്നോർത്ത് ഒരു സന്തോഷം തോന്നിപ്പോവും. എനിക്കാണെങ്കിൽ മമ്മി ഈ സൗന്ദര്യമൊക്കെ കാണിക്കുന്ന ഡ്രസ്സ് ഇടുന്നത് തന്നെയാ ഇഷ്ടം. എല്ലാം മൂടി വെച്ച് നടക്കുന്നത് സത്യത്തിൽ എനിക്ക് താല്പര്യമില്ല. ചുരിദാറിനേക്കാളും മമ്മിക്ക് ചേരുന്നത് സാരിയാ. സാരി മമ്മി പ്രത്യേക രീതിയിലൊക്കെ കൊടുക്കുമ്പോ നോട്ടക്കാരും കൂടും. എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ചിലപ്പോ സഹിക്കത്തില്ല. എടാ കണ്ണാ, നീ പറഞ്ഞ എങ്ങോട്ടാടാ? എന്നാ ശരി, ഇന്നത്തെ എക്സസൈസ് കഴിഞ്ഞില്ലേ? മുമ്പ് കുളിക്ക്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാട്ടോ. ഇതും പറഞ്ഞ് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നു. കിച്ചണിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് ടേബിളിൽ നിർത്തുമ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത പോലെ ശരീരത്തിനാകെ. ഒന്ന് ബാത്റൂമിലേക്ക് പോയി. ഞെട്ടിപ്പോയിരുന്നു ഞാൻ. എന്നിലെ വികാരം 10 മടങ്ങ് ഉയർന്നതായിട്ട് എനിക്ക് ആ നിമിഷം മനസ്സിലായി. ഈശ്വര, എന്റെ ശരീരം എന്റെ മോനെ ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്കാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയായിരുന്നു. കണ്ണിനെ പറ്റി ചിന്തിക്കുമ്പോ തന്നെ എന്റെ ദേഹമാസകലം വല്ലാത്തൊരവസ്ഥ. അന്ന് അലക്കാനായിട്ട് അവന്റെ ബെഡ്ഷീറ്റ് എടുക്കുമ്പോ ആ ബെഡിലൊക്കെ ഓരോ കറ. അതെടുത്തിട്ട് ഞാൻ കഴുകാനിട്ടു. പിന്നീട് ഇത് പതിവായി മിക്ക ദിവസവും ഉണ്ടാവാറുണ്ട്. ഒരു ദിവസം ഞാൻ പറഞ്ഞു, മോനെ കണ്ണാ, ആവശ്യമില്ലാതെ ഊർജം കളയരുതിട്ടോ. അവനത് കേട്ടപ്പോ ചിരിയായിരുന്നു. മമ്മി, ഈ ഊർജം കൊടുത്ത് പേടിക്കണ്ട, അല്പം കളഞ്ഞാലും പെട്ടെന്ന് വന്ന് നിറഞ്ഞോളൂ. അവന്റെ ആ പറച്ചിൽ കേട്ട് ഞാൻ ആ തുണിയൊക്കെ വാഷിംഗ് മെഷീനിലിട്ടു. പെട്ടെന്ന് അവൻ ഒരു കാര്യം കൂടി പറഞ്ഞു. അതെ, മമ്മി കൂടി ഓർക്കണം, ഊർജം ഞാൻ കളയണോ വേണ്ടയോ എന്നുള്ള കാര്യത്തില്. മമ്മി കാരണം ഞാനിതൊക്കെ കളയുന്നേ. പെട്ടെന്ന് ഞാൻ അവനെ നോക്കി. ഞാൻ കേൾക്കുമെന്ന് ആശാൻ വിചാരിച്ചില്ല. എന്താ നീ പറഞ്ഞേ? ഒന്നുമില്ല മമ്മി, അവൻ നിന്ന് പരുങ്ങുവാ. ഞാൻ കേട്ടോ. നീ ഒന്നുമില്ലാതൊന്നും പറയണ്ട, കള്ളൻ. പ്രായത്തിനൊത്ത വളർച്ചയും കൂടെ വന്നപ്പോഴേക്കും ചെക്കൻ എന്തൊക്കെയാ പറയുന്നേ. കുരുത്തക്കേട് മാത്രമേ കയ്യിലുള്ളൂ. പിറ്റേ ദിവസത്തെ എക്സസൈസിനും അവന് വല്ലാത്ത ഉഷാറായിരുന്നു. അന്നും എന്നോട് അവന് ഓരോ കാര്യങ്ങളും ചോദിച്ച് സംസാരിക്കുന്നതിനിടയിൽ മമ്മി ഇപ്പൊ സുന്ദരിയായിരുന്നു, മമ്മിയുടെ ഓരോ മുഴുപ്പിനും എന്തൊരു ഭംഗിയാന്നൊക്കെ പറഞ്ഞു. അവന്റെ ഇത്തരത്തിലുള്ള സംസാരം ഇപ്പോ ഞാൻ വല്ലാതെ ആസ്വദിക്കുന്നുണ്ട്. കുമ്പിട്ട് നിന്നിട്ടുള്ള ഓരോ എക്സസൈസിൽ അവൻ കണ്ണിമ ചെമ്മാതെ എന്നെ നോക്കുന്നേ. എന്റെ ഓരോ ചാട്ടവും തുള്ളലും ഒക്കെ അവൻ കൊതിയോടെ നോക്കുമ്പോ തിരിച്ചവനെ ഞാനും നോക്കും. അവനൊന്ന് വിയർത്തുകൂടി നിൽക്കുന്ന കാണുമ്പോ വല്ലാത്തൊരവസ്ഥയാ എനിക്ക്. അവനെ കണ്ട് കണ്ട് കൊതി മാറാത്ത പോലെ ഞാനിങ്ങനെ ഉറ്റുനോക്കും. മമ്മി, ഇന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോഴേ മമ്മി എന്റെ കൂടെ വരണം. ഒറ്റയ്ക്ക് അവിടെ പോയിട്ട് ബോറടിക്കുക കേട്ടോ? ശരി, ഞാനും വരാം നിന്റെ ഒപ്പം. അങ്ങനെ ഞങ്ങളുടെ തോട്ടത്തിലെ വീട്ടിലേക്ക് ഇന്ന് പോണമെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. ആ സമയത്താ അവരെന്നോട് ഞാനിപ്പോൾ ഇങ്ങനെ പോരാ, കുറച്ചുകൂടി വളയണമെന്ന് പറയുന്നേ എക്സസൈസിനിടയിൽ. ഇത്രയും മതിയോ മോനു? പോരാ, കുറച്ചും കൂടി. ഇതും പറഞ്ഞ് അവൻ വന്ന് എനിക്കൊരു സപ്പോർട്ടായി നിന്നു. അടുത്ത നിമിഷം ഞാൻ തറയിലേക്കൊന്ന് തെന്നി വീണു. എന്റെ മേലേക്ക് ബാലൻസ് പോയി അവനും. ഈ സമയം എന്റെ ദേഹത്തേക്ക് വന്നാണ് മനു ഇപ്പൊ വീണ് കിടക്കുന്നത്. മോനു, എണീക്കടാ. അയ്യോ മമ്മിക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ലെന്നേ, ഞാൻ ഓക്കെയാ. അത് കേട്ടപ്പോൾ അവന് സന്തോഷമായി. എന്നാ ഇത്തവണ വേറൊരു സംഭവം കൂടെ നടന്നു. അവൻ എന്നിലേക്ക് പൂർണ്ണമായി അമർന്നിരിക്കുന്ന പോലെ ഞാനത് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അവൻ അല്പസ്വല്പമായി അമർത്തി തുടങ്ങി. അതേ മോനെ,
ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ മമ്മി? നീ എന്നെ അങ്ങ് തുളയ്ക്കോടാ. പെട്ടെന്ന് അവൻ ചാടി എഴുന്നേറ്റു. അത് ഞാൻ അടക്കി നിർത്തിക്കോളാം മമ്മി. നീ അടക്കി നിർത്തിയില്ലെങ്കിലും മമ്മിക്കറിയാട്ടോ അതെങ്ങനെ അടക്കി നിർത്താവെന്ന്. അവൻ വേഗം എഴുന്നേറ്റു. നീ എന്നാ വേഗം റെഡിയാവ്, നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ടേ? അവൻ കുളിക്കാനായി മുറിയിലേക്ക് പോയി. എന്നിട്ട് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, മമ്മിയാട്ടോ എന്നെ കൊതിപ്പിക്കുന്നേ ഓരോന്നൊക്കെ കാണിച്ചിട്ട്. അപ്പൊ പിന്നെ ഈ സാധനമൊക്കെ, ഈ അവസ്ഥയ്ക്കൊക്കെ മമ്മി തന്നെയാ കാരണക്കാരി. എന്റെ മമ്മി കള്ളിയാ. ഞാൻ കുളിച്ചിട്ട് വരാം, മമ്മി സാരി തന്നെ ഉടുക്കണേ. ആടാ. അവന്റെ സംസാരം കേട്ട് എനിക്ക് ചിരി വന്നുപോയി. പാവം എന്റെ മോൻ. അവൻ കുളിച്ചു വരുമ്പോഴേക്കും സാരിയൊക്കെ ഉടുത്ത് ഞാനും റെഡിയായിരുന്നു. അല്ല മമ്മി, അവയ്ക്ക് ശരീരവേദനയുണ്ടോ? ചെറിയ കുട്ടികളൊക്കെ വീഴുമ്പോ നമ്മളിങ്ങനെ അവരെ കയ്യിൽ കോരിയെടുത്ത് കറക്കില്ലേ? അതുപോലെ ചെയ്താൽ ചിലപ്പോൾ മമ്മിയെ ഉഷാറാവും. പിന്നെ അതിനെന്നെ നിനക്ക് പൊക്കാൻ പറ്റുമോ? അതിനെന്താ, മമ്മി എന്റെ ഈ മസിലൊക്കെ കണ്ടിട്ട് എന്താ വിചാരിച്ചിരിക്കുന്നേ? വെറുതെയുള്ള കൊഴുപ്പൊന്നും അല്ല ഇത്, നല്ല സ്ട്രോങ്ങാ. മമ്മിയെ പൊക്കിയെടുക്കാനേ എനിക്കിതൊക്കെ ധാരാളമാ. ഇങ്ങോട്ട് വന്നേ. അവനെന്നെ ചേർത്ത് പിടിച്ച് ഉയരത്തിലേക്ക് പൊക്കി, എന്നിട്ട് നീട്ടിയൊന്ന് കറക്കി. എനിക്ക് സത്യം പറഞ്ഞാൽ അത് വളരെ ഇഷ്ടപ്പെട്ടു. ഏതാണ്ടൊരു 2 മിനിറ്റോളം അങ്ങനെ ചെയ്തിട്ട് അവൻ എന്നെ താഴെ നിർത്തി. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറച്ച് ആശ്വാസമുണ്ടോ? പിന്നെ നല്ല ആശ്വാസമുണ്ടല്ലോ. ഇനി നിന്നാ നേരം പോവും. വേഗം വാ, ഇപ്പൊ പോയാലേ ആ പണിക്കാരവിടെ ഉള്ളപ്പോ എത്താൻ പറ്റുള്ളൂ. അവരൊന്ന് വൈകിട്ട് നാട്ടിൽ പോകുന്നു പറഞ്ഞിട്ടുണ്ട്. അതെയോ? എങ്കില് വാ, മമ്മി കാറിൽ കയറി ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാട്ടോ. ഇതും പറഞ്ഞ് അവൻ മുറിയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് വന്നു. ഞങ്ങൾ ഡ്രൈവിംഗ് തുടങ്ങി. അവിടെ എത്തുമ്പോഴേക്കും കാലാവസ്ഥയ്ക്ക് ആകെ മാറ്റമുള്ളതുപോലെ, മഴക്കാറും ഇടിയോട്ടൊക്കെ. എടാ, നമുക്കിന്ന് തിരിച്ചു പോണോ മോനെ? ആരും ഇല്ലല്ലോ തോട്ടത്തില്, അവരും ഉണ്ടാവത്തില്ല. പണിക്കാരിതേ ഇറങ്ങി. നമുക്ക് നാളെ പോയാ പോരെ? നാളത്തെ ജോലിയും കൂടെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോ പോവാം. അതിനെന്താ മമ്മി, അങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് സമ്മതം. എന്നാ മോൻ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിട്ട് വാ. അപ്പോഴേക്കും ഞാൻ കുളിച്ച് റെഡിയായിട്ടൊക്കെ നിൽക്കാം. മമ്മി, ഇത് കയ്യിലേക്ക് പിടിച്ചേ. ഇത് ഞാൻ മമ്മിക്ക് വാങ്ങിയതാ. ഇതിട്ടൊന്ന് നിൽക്കാവോ? എന്താടാ ഇതില്? എന്റെ മമ്മി പെണ്ണ് തുറന്നു നോക്ക്. അത് തുറന്നു നോക്കുമ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു ചുവപ്പ് കളറിലെ നൈറ്റി, നല്ല നൈസ് തുണി, ലേസ് കൊണ്ടുള്ള വർക്കും. അതിലാണെങ്കില് സ്ലീവും ഇല്ല, സ്ലീവ്ലെസ് ആയിട്ടുള്ള നൈറ്റി. എടാ, ഇതിട്ടാ എങ്ങനെ ശരിയാവും? ഇതിന്റെ ദേഹത്തേക്ക് ഒട്ടിക്കിടക്കും. മമ്മി ഇട്ട് നോക്ക്, എങ്ങനെയുണ്ടെന്നറിയാനാ. കുറച്ച് ദിവസമായി മമ്മിക്ക് വേണ്ടി ഞാനിത് വാങ്ങി വെച്ചിരിക്കുന്നു. ആണോ? എന്നാ ഫുഡ് വാങ്ങിയിട്ട് വായോ. ഇതൊക്കെ ഇട്ട് റെഡിയായിട്ട് നിൽക്കാൻ ഞാൻ. ഏതാണ്ടൊരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവൻ വന്നു ഫുഡും വാങ്ങിയിട്ട്. കുളി കഴിഞ്ഞ് ഞാൻ നൈറ്റിയും ഇട്ടായിരുന്നു എന്റെ നിൽപ്പ്. ഈശ്വരാ, ഇതാരെയാ ഞാൻ കാണുന്നേ? എന്ത് സുന്ദരിയ മമ്മി. ഇപ്പൊ പറഞ്ഞാ കൂടിപ്പോയാൽ ഒരു 30 വയസ്സൊക്കെ പറയുള്ളൂ കേട്ടോ. മതി, നീ അത്രയ്ക്ക് അങ്ങോട്ട് എന്നെ സൂചിപ്പിക്കണ്ട. വയസ്സിനെ പറ്റിയൊക്കെ എനിക്ക് നല്ല ധാരണയുണ്ട്. എന്നാ വാ, കഴിക്കാം. അല്ല, നീ എന്താ ഇങ്ങനെ നോക്കുന്ന കണ്ണാ? മമ്മി ഇങ്ങനെ നോക്കല്ലേ, എനിക്ക് നാണം വരുവാ. ഇങ്ങനെയൊക്കെ വന്നെന്റെ മുമ്പിൽ നിന്ന് ഞാൻ നോക്കിപ്പോ. അത്രയ്ക്ക് സുന്ദരിയായിട്ടല്ലേ മമ്മി നിൽക്കുന്നേ. മമ്മിയെപ്പോലെ ഒരു സുന്ദരി പെണ്ണ്, അതാ എന്റെ സങ്കല്പത്തില്. അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയാലേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ കേട്ടോ. അല്ലാതെ പ്രായമെന്ന് പറഞ്ഞ് ഏതേലും ബ്രോക്കറോട് പറഞ്ഞു മമ്മി കല്യാണാലോചനയായിട്ടൊന്നും എന്റെ അടുത്തേക്ക് വരാൻ നിൽക്കണ്ട. അത് കേട്ടപ്പോഴേക്കും ഞാൻ ചിരിച്ചുപോയി. അതെന്താ മോനുസേ, നിനക്ക് കല്യാണം കഴിക്കാനും പ്രേമിക്കാനൊന്നും ഈ നാട്ടില് വേറെ പെണ്ണില്ലേ? ആരോടും നിനക്ക് പ്രേമം തോന്നിയിട്ടില്ലേ? പ്രേമം തോന്നിയിട്ടില്ല എന്നുള്ളത് സത്യവാ മമ്മി. പക്ഷെ ഞാൻ ചെറിയ കുട്ടിയാന്ന് മമ്മി വിചാരിക്കണ്ട. പല കാര്യത്തിലും ഞാൻ കഴിവ് തെളിയിച്ചിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെ? അതോ, ഫ്രണ്ട്സിന്റെ കൂടെ ഇടയ്ക്ക് ഞാൻ പുറത്തു പോവില്ലേ മമ്മി ടൂറ്. ചില സ്ഥലങ്ങളിൽ സ്പാ ഉണ്ടാവാറുണ്ട്, മസാജിങ് സെന്ററും. അവിടെ ഇതിനൊക്കെയുള്ള സൗന്ദര്യമുണ്ട്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, മമ്മിയുടെ അത്ര സൗന്ദര്യമുള്ള ഒരു ചേച്ചിമാര് പോലും ഇല്ല. മമ്മിക്ക് എന്ത് സൗന്ദര്യം എന്നാന്നറിയോ? അത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്റെ കണ്ണാ,
എന്നെപ്പറ്റി ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്. നീയാള് കൊള്ളാലോ. മമ്മിയുടെ എന്നാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താടാ? എന്റെ പപ്പയല്ലാതെ വേറെ ആരും മമ്മിയുടെ മനസ്സിൽ കയറിയിട്ടില്ലേ? അങ്ങനെ ചോദിച്ചാല് മനസ്സിൽ കയറിയിട്ടില്ലടാ. പിന്നെ എവിടെയാ മമ്മി കയറിയത്? വഷളൻ, നിന്റെ ഇങ്ങനത്തെ സംസാരം കുറെ കൂടുന്നുണ്ട്. കണ്ണൻ ചിരിച്ചുപോയി. അറിയാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ മമ്മി. എന്നാലേ ഞാൻ ഈ പാത്രമൊക്കെ കഴുകി വെക്കട്ടെ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ കഥ പറഞ്ഞു തരാട്ടോ. ശരി, മമ്മി വേഗം വാ, ഞാൻ വെയിറ്റിംഗാ. അവൻ എന്നെയും കാത്ത് മുറിയിൽ ഏതാണ്ട് അരമണിക്കൂറോളം ഇരുന്നു. പണിയൊക്കെ കഴിഞ്ഞു വരുമ്പോ എന്തൊരു സന്തോഷമായിരുന്നു കണ്ണന്റെ മുഖത്ത്. അവൻ എന്റെ അടുത്തേക്ക് ചാരിക്കിടന്നു. ഇനി കഥ പറഞ്ഞു തുടങ്ങ്, കേൾക്കട്ടെ. അതിപ്പോ നിന്റെ അച്ഛനാണെങ്കില് 3 മാസം കൂടുമ്പോഴാണ് വരുന്നേ. ആൾക്ക് എപ്പോഴും ക്ഷീണവും വയ്യായിക്കും. നല്ല പ്രായത്തിൽ തൊട്ട് ഞാൻ ആഗ്രഹങ്ങളൊക്കെ അടക്കി പിടിച്ച് വെക്കാറുണ്ട്. നിന്റെ അച്ഛനോട് ചോദിക്കുമ്പോ നിനക്ക് എപ്പോഴും ഇങ്ങനത്തെ ചിന്തയേ ഉള്ളൂ എന്നൊക്കെയാ ചോദിക്കാറുള്ളേ. അതിങ്ങനെ ശരിയാവും? ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും ഉള്ളതല്ലേ മമ്മി. ഇക്കാര്യത്തിൽ ഞാൻ മമ്മിയുടെ ഭാഗത്താ. കണ്ണ, അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെയും നിന്റെ അച്ഛന്റെയൊക്കെ റൊമാൻറ്റിക് ലൈഫ്. ഒരു ദിവസം, അല്ലെങ്കിൽ വേണ്ട, എനിക്ക് പറയാനൊരു മടി. പറ മമ്മി, എത്രണ്ണം ഉണ്ട്? ഒരുപാട് കഥകളുണ്ടോ? കുറച്ച് കഥകളുണ്ട്. പക്ഷെ അതിലൊരെണ്ണം മാത്രം ഞാനിപ്പോ പറയാം. നീ മമ്മിയെപ്പറ്റി മോശം വിചാരിക്കില്ലല്ലോ? എനിക്ക് പറയാൻ എന്തോ പോലെ. ഇല്ല മമ്മി, സത്യം, ഞാൻ ഒന്നും വിചാരിക്കില്ല. മമ്മി പറഞ്ഞോളൂ. നമ്മുടെ അടുത്ത് ഫിലിപ്പോസ് ചേട്ടനെ നീ ഓർക്കുന്നുണ്ടോ? ഏത്? ആ പട്ടാളക്കാരനോ? മരിച്ചുപോയാ? അതെ, അയാള് തന്നെ. ഒരു ദിവസം ഞാൻ അലക്കിക്കൊണ്ട് നിൽക്കുമ്പോ എന്റെ അടുത്തേക്ക് വന്നു. മക്കളെവിടെ ചന്ദ്രിക എന്ന് ചോദിച്ചു. സ്കൂളിൽ പോയേക്കാന്ന് പറഞ്ഞപ്പോ അയാള് ചുറ്റുപാട് നോക്കി. അടുത്തൊന്നും ആരെയും കാണഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, വാ, എന്റെ അടുത്തേക്ക് വാ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. നിനക്ക് ഞാൻ സ്വർഗം കാണിച്ചു തരാന്ന്. എന്നിട്ട് മമ്മി എന്ത് പറഞ്ഞു? മമ്മി പേടിച്ചു പോയോ? ആദ്യം എനിക്കൊരു ഞെട്ടലായിരുന്നു. പക്ഷെ കുറച്ചു സമയം ഞാൻ അയാളോടൊന്ന് സംസാരിച്ചു. എത്ര കാലവാ നിന്റെ നല്ല പ്രായം ആയുസും തീർത്തു കളയുന്നേ? ഇപ്പൊ സുഖിക്കേണ്ട പ്രായവാ പെണ്ണെ. നിന്റെ കെട്ടിയവന്റെ സ്വഭാവം എനിക്കറിയാം, അവന്റെ രീതികളും അറിയാം. കഴിഞ്ഞ പ്രാവശ്യം അവനുമായിട്ട് ഞാൻ കുറച്ച് സംസാരിച്ചിരുന്നു. അതിൽ നിന്നാ നിന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചത്. അതുകൊണ്ട് ചന്ദ്രിക എന്റെ അടുത്തേക്ക് പോര്. അവനറിയാതെ നമുക്ക് രണ്ടുപേർക്ക് നോക്കിയാ പോരെ. പറഞ്ഞു കൊടുക്കാനൊന്നും ആരും ഇല്ലേന്ന് താനും. മക്കളും ഇവിടെ ഇല്ല. ചന്ദ്രികനെ ആണെങ്കിൽ ഒരുപാട് നാളായിട്ട് ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടു നടക്കുക. എത്ര കാലമായെന്നറിയാവോ എനിക്ക് കൊതി കയറിയിട്ട്. ചന്ദ്രിക ഒന്ന് മൂളിയാ മതി, ഞാൻ സ്വർഗം കാണിക്കും. ഇത്രയും അയാൾ എന്നോട് പറഞ്ഞു മോനെ. എന്നിട്ട് മമ്മി എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയാനടാ? കുറച്ചു നേരം ആലോചിച്ചു. പിന്നെ എന്താ മമ്മി? പിന്നെ ഞാൻ സമ്മതിച്ചടാ. അയ്യടി, എന്റെ കള്ളി മമ്മിയുടെ മുഖത്ത് നാണം നോക്ക്. എന്നിട്ടോ അയാൾ എന്തൊക്കെ ചെയ്തു? എന്തൊക്കെ ചെയ്തെന്നോ? എന്റെ മോനെ, നിന്റെ അച്ഛന്റെ കൂടെ ഒരു 16-17 വർഷം പോലും ഈ പരിപാടിയൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതുപോലൊരു സുഖം കിട്ടിയിട്ടില്ല. നിന്റെ അച്ഛനപ്പ ബെഡിലൊരു തണുപ്പനാണെന്ന് എനിക്ക് അന്നല്ലേ മനസ്സിലായേ. എത്ര കൊതിയോടെ ഓരോരുത്തർ എന്നെ സമീപിക്കുന്നെന്നറിയാമോ? അവരുടെ ആഗ്രഹങ്ങളും എന്റെ ആഗ്രഹങ്ങളും ഒക്കെ കണ്ടറിഞ്ഞ് ചെയ്തു തരുന്നവര്. അന്ന് ഫിലിപ്പോസ് ചേട്ടൻ എന്നെ എന്തൊക്കെയാ ചെയ്തതെന്ന് എനിക്കൊരു ഓർമ്മയില്ല. സത്യം പറഞ്ഞാൽ സ്വർഗം കാണിച്ചു എന്ന് പറയുന്നതാവും ശരി. ഞാനും വിട്ടുകൊടുത്തില്ല. എനിക്കറിയാവുന്നത് ഞാൻ പഠിച്ചതൊക്കെ തിരിച്ച് അങ്ങോട്ടേക്കും ചെയ്തു. എടി, നീ കുതിരയെ പോലെയാ കുതിച്ചു നിൽക്കുന്ന പെണ്ണ്. ഇനി തക്കം കിട്ടുമ്പോഴൊക്കെ ഞാൻ വരും. റെഡിയായിട്ട് നിന്നോളണം കേട്ടോ. ശരി ഫിലിപ്പോസ് ചേട്ടാന്ന് പറഞ്ഞ അന്ന് ഞാൻ പുള്ളിയെ പറഞ്ഞു വിട്ടത്. പിന്നീട് തരം കിട്ടുമ്പോഴൊക്കെ പുള്ളി വരും, ഞങ്ങൾ ഒന്നിച്ചു കൂടും. ഇനിയിപ്പോ ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാകാൻ വീട്ടിൽ സ്ഥലമില്ലെങ്കിൽ ഞാൻ പുള്ളിയുടെ വീട്ടിലേക്ക് പോകും. അവിടെ പുള്ളിയുടെ ഭാര്യയില്ലെങ്കിൽ പിന്നെ അവിടെ ആയിരിക്കും അന്നത്തെ ഉത്സവം. ആണോ മമ്മി? എന്നിട്ട് അടുത്ത കഥ പറ. ഇനി കഥ വേറെ ദിവസം പറയാം. മോനിത് കേട്ടിട്ട് എന്ത് തോന്നുന്നു? ഇഷ്ടപ്പെട്ടോന്നോ? മമ്മിക്ക് എന്ത് തോന്നുന്നു എന്റെ പിരമിഡ് കണ്ടിട്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിപ്പോ ഇങ്ങനെ നിൽക്കുമോ? എടക്കള്ള, നീയാള് കൊള്ളാലോ. മമ്മി, നമുക്കിനി കാത്തിരിക്കണം. ഫിലിപ്പോസ് ഏട്ടന് കിട്ടിയ അവസരം
എനിക്കും വേണം മമ്മി, പ്ലീസ്. ആ നിമിഷം അതൊക്കെ കേട്ടപ്പോ ചന്ദ്രികയുടെ മനസ്സ് വല്ലാതെ അടിമപ്പെട്ടു പോയി. അവന്റെ ആ ഭംഗിക്കും ആ ചോദ്യത്തിനൊക്കെ മുന്നിൽ. മോനെ, നിന്റെ കുട്ടികളേക്ക് ഞാൻ വല്ലാതെ ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഒരിതുമില്ല മമ്മി. മമ്മിക്ക് എന്റെ അത്ര സേഫ്റ്റി വേറെ എവിടെ കിട്ടും? പിന്നെ വീട്ടിൽ തന്നെയല്ലേ ഞാൻ. മമ്മിക്ക് ഏത് സമയവും എപ്പോ വേണമെങ്കിലും ആവശ്യാനുസരണം കിട്ടും. മമ്മിയൊരു ഓക്കെ പറഞ്ഞാല് മമ്മിയെ ഞാൻ ഫിലിപ്പോസ് അങ്കിൾ പറഞ്ഞ പോലെ തന്നെ പറയാ, സ്വർഗം കാണിക്കാട്ടോ. ഇത്രയും പറഞ്ഞപ്പോഴേക്കും ചന്ദ്രികയുടെ മനസ്സങ്ങ് അലിഞ്ഞു പോയിരുന്നു. പിന്നീട് അവിടെ ഒരു ആമാന്തം ഉണ്ടായില്ല. രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒന്നും രണ്ടും പറഞ്ഞു തുടങ്ങി. പിന്നീട് ഓരോന്ന് ചെയ്തു. അവിടെ സുഖത്തിന്റെയും സീൽക്കാരത്തിന്റെയും ശബ്ദം മാത്രമേ ആ മുറിയിൽ പിന്നീട് കേൾക്കാനുണ്ടായുള്ളൂ. ചന്ദ്രികയ്ക്ക് ഇത്രയും കാലം മോനോടുണ്ടായിരുന്ന എല്ലാ ആഗ്രഹങ്ങളും അടക്കി പിടിച്ചത് അവള് കെട്ടുപൊട്ടിച്ചു വിട്ടു. മമ്മിയുടെ ഉള്ളിൽ ഇത്ര അടങ്ങാത്ത ദാഹമുണ്ടായിരുന്നെന്ന് അന്ന് ആദ്യമായിട്ടാ കണ്ണനും അറിയുന്നേ. അവനാണെങ്കിൽ ചില്ലറക്കാരനല്ലല്ലോ. പറ്റുന്ന രീതിയിലൊക്കെ മമ്മിയെ സുഖിപ്പിച്ചു കൊടുത്തു. ചന്ദ്രികയ്ക്ക് പിന്നെ ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേറെ ഒരിടത്തും പോവേണ്ടി വന്നിട്ടില്ല, വേറെ ആരുടെ അടുത്തും. പിന്നെ ഇവനാണ്, കണ്ണനാണ് അവളുടെ മനസ്സിലെ ഒത്ത പുരുഷൻ. കണ്ണനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം അവൾക്കിപ്പോ ഇല്ല. കണ്ണൻ കൊടുക്കുന്ന സുഖത്തിനപ്പുറം വേറൊരു സുഖവും ചന്ദ്രയ്ക്ക് ഇപ്പോ കിട്ടിയിട്ടുമില്ല. നമ്മുടെ ഈ കഥ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും? ഈ അമ്മയും മോനും അവിടെ എന്ത് രസത്തിൽ ആഘോഷിക്കുന്നതല്ലേ. ഇതുപോലെ ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു നിമിഷവും നിങ്ങൾ ആരുടെ ലൈഫിൽ പാഴാക്കരുതട്ടോ. പിന്നീട് നമുക്ക് ഇതൊക്കെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരും, അവസരം നഷ്ടപ്പെടുത്തിയാൽ. ഈ കഥ അല്ലേ, ഇങ്ങനെ കേട്ടാ മതിയോ നിങ്ങൾക്ക്? ഫുള്ളായിട്ട് ദേവ് പറയുന്നത് കേൾക്കണ്ടേ? നല്ല ഫുൾ മൂഡില് നല്ല ഉഷാറായിട്ട് ഈ സീൽക്കാര ശബ്ദമൊക്കെ ഇട്ട്. എന്നാലും നമ്മുടെ ആദ്യത്തെ കമന്റ് ഒന്ന് നോക്കിക്കോളൂട്ടോ. ടെലിഗ്രാമിൽ ഇത് ഞാൻ ഫുള്ള് പറഞ്ഞിട്ടിട്ടുണ്ടേ. നമ്മുടെ എക്സ്ക്ലൂസീവ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഈ കഥയും ഇതുപോലെ ഒരുപാട് കഥകളും നല്ല ഫുള്ളായിട്ട് കിട്ടും. അപ്പോ ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കരുതട്ടോ. അടുത്ത ദിവസം മറ്റൊരു കഥയായിട്ട് ദേവ് വീണ്ടും വരാം. ബൈ ബൈ ഡിയേഴ്സ്.